നമസ്തേ, ഉച്ചവാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. आतंकवाद के खिलाफ एकजुट है, आक्रोश से भरा हुआ है, संकल्पबद्ध है. आज हर भारतीय का यही संकल्प है, हमें आतंकवाद को खत्म करना ही है. साथियों, ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ഭാരതത്തിന്റെ വിശ്വരൂപം ലോകം കണ്ടെന്ന് പ്രധാനമന്ത്രി. ലോകത്തിന് മുന്നിൽ ഭാരതത്തിന്റെ യശസ് ഉയർത്തി. ഭീകരതയ്ക്കെതിരെ ഒറ്റക്കെട്ടായി മുന്നേറുമെന്നും മൻ കി ബാത്തിൽ നരേന്ദ്രമോദി. പോരാട്ടച്ചൂടിൽ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് അടുത്ത മാസം 19-ന് 23-ന് ഫലപ്രഖ്യാപനം. സ്ഥാനാർത്ഥികളെ കണ്ടെത്താനുള്ള തിരക്കിൽ മുന്നണികൾ. കച്ചമുറുക്കി മുന്നണികൾ. NDAക്ക് മികച്ച സ്ഥാനാർത്ഥി ഉണ്ടാകുമെന്ന് രാജീവ് ചന്ദ്രശേഖർ. കച്ചമുറുക്കി മുന്നണികൾ. NDAക്ക് മികച്ച സ്ഥാനാർത്ഥി ഉണ്ടാകുമെന്ന് രാജീവ് ചന്ദ്രശേഖർ. ഈ നിലമ്പൂർ ബൈ ഇലക്ഷൻ ഇതുവരെ ഈ 9 കൊല്ലം ഈ നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് ജനങ്ങൾ ഒരു അവസരം കൊടുത്തപ്പോൾ എന്താണ് അദ്ദേഹം ചെയ്തത്? പിണറായിസത്തിന്റെ അവസാനത്തെ ആണിയെന്ന് PV അൻവർ. പിന്തുണ UDFന്. അൻവർ LDFനെ ഒറ്റിയെന്ന MV ഗോവിന്ദൻ. കലിതുള്ളി കാലവർഷം. 14 ജില്ലകളിലും ഓറഞ്ച് അലർട്ട്. മത്സ്യബന്ധനത്തിന് വിലക്ക്. പൊന്മുടി അടക്കമുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ അടച്ചു. തോരാമണിയിൽ തീരാ ദുരിതം. തൃശൂരിൽ ട്രെയിനിന് മുകളിൽ മരം വീണു. അപകടം ഒഴിവായത് തലനാരിഴയ്ക്ക്. നിരവധി വീടുകൾക്ക് കേടുപാട്. ഇടുക്കിയിൽ മരം വീണ് പരിക്കേറ്റ ഇതര സംസ്ഥാന തൊഴിലാളിക്ക് ദാരുണാന്ത്യം. പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി അട്ടിമറിക്കാൻ നീക്കം. KYC പുതുക്കുന്നതിന് നിർബന്ധിത പണപ്പിരിവ്. തിട്ടൂരവുമായി ചെങ്കൽ കൃഷി ഓഫീസർമാർ. അല്ലാത്തവരാരും പഞ്ചായത്ത് പണിക്ക് പോണ്ട, മീറ്റിങ്ങിന് പോകാത്തവരാരും പഞ്ചായത്ത് പണിക്ക് ഇറങ്ങുകയും വേണ്ട കേട്ടോ. തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് വീണ്ടും CPM ഭീഷണി. EP ജയരാജന്റെ ജാഥയിൽ പങ്കെടുത്തില്ല എങ്കിൽ ജോലിക്ക് വരേണ്ട. നെന്മാറ പഞ്ചായത്ത് മാറ്റിന്റെ ഭീഷണി സന്ദേശം വാട്സപ്പ് ഗ്രൂപ്പിൽ. കൊച്ചി തീരത്തിനടുത്ത അപകടത്തിൽപ്പെട്ട കപ്പൽ പൂർണ്ണമായി മുങ്ങി. ക്യാപ്റ്റനടക്കം 3 പേരെയും രക്ഷപ്പെടുത്തി. മുഴുവൻ കണ്ടെയ്നറുകളും കടലിൽ. തീരത്തടിഞ്ഞാൽ തുടരുത് എന്ന് മുന്നറിയിപ്പ്. വിശദമായ വാർത്തകളിലേക്ക്. മലപ്പുറം നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു. വോട്ടെടുപ്പ് ജൂൺ 19-നാണ്. 23-നാണ് വോട്ടെണ്ണൽ. ഇടതു സ്വതന്ത്രനായിരുന്ന MLA PV അൻവർ രാജിവെച്ചതിനെ തുടർന്നാണ് ഉപതെരഞ്ഞെടുപ്പ്. കേരളത്തിലെ നിലമ്പൂർ ഉൾപ്പെടെ ഗുജറാത്ത്, പഞ്ചാബ്, ബംഗാൾ തുടങ്ങി 4 സംസ്ഥാനങ്ങളിലെ 5 നിയമസഭാ മണ്ഡലങ്ങളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിച്ചത്. നിലമ്പൂർ പോളിംഗ് ബൂത്തിലേക്ക് നീങ്ങാൻ ശേഷിക്കുന്നത് കേവലം 25 ദിവസം മാത്രം. നാളെ മുതൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാം. പത്രിക നൽകാനുള്ള അവസാന തീയതി ജൂൺ 2-ആണ്. സൂക്ഷ്മ പരിശോധന 3-ന് നടക്കും. പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതി ജൂൺ 5-ഉം. അടുത്ത മാസം 23-ന് ഫലമറിയാം. കഴിഞ്ഞ മാസം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാനുള്ള ഒരുക്കങ്ങൾ കമ്മീഷൻ നടത്തിയെങ്കിലും പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് മാറ്റിവെക്കുകയായിരുന്നു. കേരളത്തിൽ കാലവർഷം ശക്തമാകുന്ന ജൂണിലാണ് ഉപതെരഞ്ഞെടുപ്പ് എന്നതും ശ്രദ്ധേയം. ജനം, ഡൽഹി. പിണറായിസത്തിന്റെ അവസാനത്തെ ആണിയായിരിക്കും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പെന്ന മുൻ MLA PV അൻവർ. UDFന് നിരുപാധിക പിന്തുണ ഉണ്ടാകും. റീൽസ് കൊണ്ട് മാത്രം കേരളത്തിലെ ജനങ്ങളെ അഭിമുഖീകരിക്കാൻ പറ്റുമോ എന്നും മന്ത്രി മുഹമ്മദ് റിയാസിനോട് അൻവർ ചോദിച്ചു. അതേസമയം UDFന് വേണ്ടി LDFനെ ഒറ്റുകൊടുത്ത ആളാണ് PV അൻവർ എന്നായിരുന്നു CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ പ്രതികരണം. നിലമ്പൂർ തെരഞ്ഞെടുപ്പ് നഷ്ടപ്പെട്ട ദശകത്തിന്റെ ഉദാഹരണമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ.
9 വർഷം LDF സർക്കാർ ഒന്നും ചെയ്തില്ല. അതിനോടുള്ള എതിർപ്പാണ് അൻവറിന്റെ രാജി. ഇക്കാര്യങ്ങളെല്ലാം ജനങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ജനം അതിനനുസരിച്ച് മറുപടി നൽകും. NDAക്ക് മികച്ച സ്ഥാനാർത്ഥി ഉണ്ടാകുമെന്നും രാജീവ് ചന്ദ്രശേഖർ തൃശ്ശൂരിൽ പറഞ്ഞു. ഈ നഷ്ടപ്പെട്ട ദശകത്തിൻ്റെ ഒരു കാരണമല്ലേ ഈ നിലമ്പൂർ ബൈ ഇലക്ഷൻ. ഇതുവരെ ഈ 9 കൊല്ലം ഈ നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് ജനങ്ങൾ ഒരു അവസരം കൊടുത്തപ്പോൾ എന്താണ് അദ്ദേഹം ചെയ്തത്? അതിനെ എതിർത്തിട്ടല്ലേ അവിടുത്തെ MLA രാജിവെച്ചത്. അപ്പോൾ ഇതെല്ലാം മനസ്സിലാക്കണം. ജനങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഞങ്ങളുടെ എന്താണ് സ്ട്രാറ്റജി, ഞങ്ങൾ ഇന്ന് കോർ കമ്മിറ്റി മീറ്റ് ചെയ്യും, NDAൻ്റെ ഒപ്പം ചർച്ച ചെയ്യും, എന്നിട്ട് അത് കഴിഞ്ഞ് തീരുമാനിക്കും. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിനെ നേരിടാൻ UDF സുസജ്ജമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്നാൽ 24 മണിക്കൂറിനകം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുക എന്നതാണ് UDFിൻ്റെ രീതിയെന്നും ഇതിൽ ഇത്തവണയും മാറ്റം വരില്ല എന്നും VD സതീശൻ പറഞ്ഞു. നിലമ്പൂരിൽ ജോയി ഫുൾ സ്ഥാനാർത്ഥിയാണോ എന്ന ചോദ്യത്തിന് ചിയർഫുൾ സ്ഥാനാർത്ഥിയായിരിക്കുമെന്ന് ആയിരുന്നു KPCC അധ്യക്ഷൻ സണ്ണി ജോസഫിന്റെ മറുപടി. കാലം തെറ്റി എത്തിയ മൺസൂൺ, സംസ്ഥാനം അതീവ ജാഗ്രതയിലെന്ന IMD ഡയറക്ടർ നീത ഗോപാൽ. പ്രതീക്ഷിച്ചതിലും കൂടുതൽ വേനൽ മഴ ലഭിച്ചു. മണ്ണിനെ പിടിച്ചെടുക്കാവുന്നതിലും അധികം വെള്ളം വലിച്ചെടുത്തിട്ടുണ്ട്. മൺസൂൺ ശക്തി പ്രാപിക്കുന്നതോടെ അപകട സാധ്യത കൂടുന്നുവെന്നും പ്രതികരണമുണ്ട്. ഈ മാസം 27-ാം തീയതിയോടുകൂടി ബംഗാൾ തീരത്ത് ന്യൂനമർദ്ദം രൂപപ്പെടും. ഇതിൻ്റെ തീവ്രത കൂടുന്നതോടെ സംസ്ഥാനത്ത് മഴ കനക്കുമെന്നും IMD ഡയറക്ടർ ജനൻ TVയോട് പ്രതികരിച്ചു. കഴിഞ്ഞ 15 വർഷത്തിന് ശേഷമാണ് മൺസൂൺ സംസ്ഥാനത്ത് നേരത്തെ എത്തുന്നത്. ഈ വർഷം വേനൽ മഴ കാര്യമായി തന്നെ ലഭിച്ചിട്ടുണ്ട്. മണ്ണിൽ ആവശ്യത്തിലധികം ഈർപ്പം അടിഞ്ഞുകൂടി. ഇനി ലഭിക്കുന്ന മഴ അതീവ ജാഗ്രത പുലർത്തണമെന്ന് IMD ഡയറക്ടർ നിതാ ഗോപാൽ ജനം TVയോട് പ്രതികരിച്ചു. കേരളത്തിൽ ഈ വർഷം മൺസൂണിൽ ശരാശരിയേക്കാൾ കൂടുതൽ മഴയുണ്ടാകും എന്നുള്ളതാണ് നമ്മുടെ ലോങ് റേഞ്ച് ഫോർകാസ്റ്റ് പറയുന്നത്. പിന്നെ ഇപ്പോൾ നമ്മുടെ ഈ ഓൺസെറ്റ് ഫേസിൽ നമുക്ക് കുറച്ച് കഴിഞ്ഞ വർഷത്തേക്ക് അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ വളരെയധികം മഴ കിട്ടുന്ന ദിവസങ്ങളാണ് ഇനി വരുന്നത്. അപ്പോൾ അത് നമുക്കൊന്ന് ശ്രദ്ധയോടെ നോക്കേണ്ടിയിരിക്കുന്നു. ഈ ആഴ്ചയിൽ അങ്ങനെയാണ്. അടുത്ത ആഴ്ചയിലും ശരാശരിയുടെ അടുത്തോ അല്ലെങ്കിൽ അതിനേക്കാൾ കുറച്ച് കൂടുതലോ മഴയാണ് പ്രതീക്ഷിക്കുന്നത്. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ മഴ ശക്തി പ്രാപിക്കും. 27-ാം തീയതിയോടുകൂടി ബംഗാൾ ഉൾക്കടലിൽ മറ്റൊരു ന്യൂനമർദ്ദം കൂടി രൂപപ്പെടും. ഇത് അതിശക്തിയായ മഴയ്ക്ക് കാരണമാകുമെന്ന് പ്രവചനം. പക്ഷേ 27-ാം തീയതി ബംഗാൾ ഉൾക്കടലിൽ ഒരു ന്യൂനമർദ്ദം രൂപപ്പെടാനുള്ളൊരു സാധ്യതയുണ്ട്. അപ്പോൾ ഈ ബംഗാൾ ഉൾക്കടലിലെ ന്യൂനമർദ്ദം അത് രൂപപ്പെടുന്ന സ്ഥലത്തിനനുസരിച്ച് എവിടെയാണ് ബംഗാൾ ഉൾക്കടലിൻ്റെ ഏത് ഭാഗത്താണത് ഉണ്ടാവുന്നതിനനുസരിച്ചിട്ട് കേരളത്തിൻ്റെ കാലാവസ്ഥയെ അത് സ്വാധീനിക്കാറുണ്ട്. ഇപ്പോൾ അത് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഈ ഒറീസ ആന്ധ്ര തീരത്തിന് അടുത്തായിരിക്കുന്ന, അപ്പോൾ അത് നമ്മളെ അനുകൂലമായിട്ട് ബാധിക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ നമ്മളുടെ ഈ തെക്ക് പടിഞ്ഞാറൻ കാറ്റ് വീണ്ടും ഒന്ന് ശക്തി പ്രാപിക്കാനുള്ളൊരു സാധ്യത ആ ന്യൂനമർദ്ദത്തിൻ്റെ രൂപം കൊള്ളുന്നതുകൊണ്ട് ഉണ്ടാവാറുണ്ട്. 30 വർഷത്തെ മഴയുടെ ശരാശരി എടുക്കുമ്പോൾ ഇത്തവണ ശരാശരിക്ക് മുകളിൽ മഴ ലഭിക്കും. തുടർച്ചയായി 5 ദിവസം പെയ്യുന്ന മഴ അപകട സാധ്യതയുള്ളതാണെന്നും പ്രതികരണം. 30 വർഷത്തെ ആവറേജ് കേരളത്തിലെ മുഴുവൻ മഴ എടുത്തിട്ടാണ് അതിനെയാണ് നമ്മൾ ലോങ് പീരീഡ് ആവറേജ് എന്ന് പറയുന്നത്. കുറേ വർഷത്തെ ആവറേജ്. കാരണം ചില വർഷങ്ങളിൽ നമുക്ക് കൂടുതൽ മഴ കിട്ടും, ചില വർഷങ്ങളിൽ കുറവായിരിക്കാം. അപ്പോൾ അതിനൊരു ആവറേജ് വാല്യൂ കണ്ടുപിടിക്കാനായിട്ടാണ് ഈ 30 വർഷത്തെ മഴയുടെ ആവറേജ് എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ നിന്ന് വളരെ വ്യത്യസ്തത കാണിക്കുന്ന ആ വാല്യൂസൊക്കെ അതിൽ നിന്ന് അങ്ങ് എലിമിനേറ്റ് ആയി പോകുമല്ലോ ആവറേജ് എടുക്കുമ്പോൾ. അപ്പോൾ ഇതൊരു കമ്പാരിസൺ പർപ്പസിന് വേണ്ടിയിട്ടാണ് നമ്മൾ അതിൻ്റെ ദിവസം എന്ന് പറഞ്ഞാൽ ജൂൺ 1 മുതൽ സെപ്റ്റംബർ 30 വരെയുള്ള മഴ മാത്രമേ നമ്മൾ അതിൽ കണക്കാക്കുകയും ചെയ്യുന്നുള്ളൂ. നിലവിൽ കർണാടക തീരത്തും അറബിക്കടലിനോട് ചേർന്നും ന്യൂനമർദ്ദം നിലനിൽക്കുന്നുണ്ട്. ഇന്നും നാളെയും ലഭിക്കുന്ന മഴ ഈ ന്യൂനമർദ്ദത്തിന്റെ സ്വാധീനത്തിലായിരിക്കും. ക്യാമറമാൻ രഞ്ജിത് മോഹനോടൊപ്പം ടിൻഡുദാസ്, ജനം, തിരുവനന്തപുരം. മധ്യ കേരളത്തിൽ കനത്ത മഴയിൽ വ്യാപക നാശനഷ്ടമാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. എറണാകുളം കുന്നത്തുനാട് ശക്തമായ മഴയിൽ മരം വീണ് ഒരു വീട് തകർന്നു. ജലനിരപ്പ് ഉയർന്നതിനാൽ ഭൂതത്താൻകെട്ട് ഡാമിലെ 4 ഷട്ടറുകൾ കൂടി ഉയർത്തി. അഴീക്കോട് മുനക്കൽ ബീച്ചിൽ ശക്തമായ ചുഴലിക്കാറ്റുണ്ടായി. നിരവധി വ്യാപാര സ്ഥാപനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചു. ആലപ്പുഴ തകഴി കുന്നുമ്മയിൽ വീട് തകർന്ന് വീണ് 5 പേർക്ക് പരിക്കേറ്റു. ഇന്നലെ വൈകിട്ട് മുതൽ ആരംഭിച്ച ശക്തമായ മഴയിൽ വ്യാപക നാശനഷ്ടങ്ങളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. എറണാകുളത്തും ആലപ്പുഴയിലും വീടുകൾ തകർന്നു. ഇന്നലെ വൈകിട്ട് പെയ്ത മഴയിൽ കുന്നത്തുനാട് മുണ്ടപ്പള്ളി വീട്ടിൽ നിതിൻ എന്നയാളുടെ വീടിന് മുകളിലേക്ക് മരം വീണു. ആലപ്പുഴ തകഴി കുന്നുമയിൽ വീട് തകർന്ന് 5 പേർക്ക് പരിക്കേറ്റു. കുന്നുമ കുറുങ്ങാട് ലക്ഷം വീട് കോളനിയിൽ റംലത്തിന്റെ വീടാണ് തകർന്നത്.
വീട്ടിലുണ്ടായിരുന്ന റംലത്ത്, മകൻ അനസ്, അനസിന്റെ മകൾ മുഹമ്മദ് ബെൻസിൻ, സഹീറ, ഫാത്തിമ എന്നിവർക്ക് കൈക്കും തലയ്ക്കും പരിക്കേറ്റു. ഫോർട്ട് കൊച്ചി സാന്റാക്രൂസ് മൈതാനത്തും മുനമ്പം ബീച്ചിന് സമീപവും വൻമരം കടപുഴകി വീണു. ജലനിരപ്പ് ഉയർന്നതിനാൽ ഭൂതത്താൻകെട്ട് ഡാമിലെ 4 ഷട്ടറുകൾ കൂടി ഉയർത്തി. നദികളിൽ ജലനിരപ്പ് ഉയരുന്നതിനാൽ പെരിയാറിന്റെ തീരത്തുള്ളവർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. തൃശൂർ ജില്ലയിൽ ശക്തമായ മഴ തുടരുകയാണ്. അഴീക്കോട് മുനക്കൽ ബീച്ചിൽ ശക്തമായ ചുഴലിക്കാറ്റുണ്ടായി. നിരവധി വ്യാപാര സ്ഥാപനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചു. കുന്നുംകുളം, അടുപ്പൂട്ടി, ഉരുളിക്കുന്നിൽ മണ്ണിടിച്ചിലുണ്ടായതിനെ തുടർന്ന് 20ഓളം വീടുകൾ അപകട ഭീഷണിയിലാണ്. മഴയുടെ പശ്ചാത്തലത്തിൽ ജില്ലയിലെ ഖനന പ്രവർത്തനങ്ങളും നിർത്തിവെച്ചിട്ടുണ്ട്. വിവിധ ബ്യൂറോകൾക്കൊപ്പം ജനം, കൊച്ചി. സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ മഴ തുടരുന്നു. കോഴിക്കോട് ജില്ലയിൽ കഴിഞ്ഞ വർഷം ഉരുൾപൊട്ടലുണ്ടായ വിലങ്ങാട് നിന്ന് ആളുകളെ മാറ്റിപ്പാർപ്പിച്ചു. കണ്ണൂരിൽ പഴശ്ശി ഡാമിന്റെ ഷട്ടറുകൾ തുറന്നു. മലപ്പുറത്ത് ട്യൂഷൻ സെന്ററുകൾക്കും മദ്രസകൾക്കും ഉൾപ്പെടെ ജില്ലാ ഭരണകൂടം അവധി പ്രഖ്യാപിച്ചു. വയനാട്, പാലക്കാട്, കാസർഗോഡ് ജില്ലകളിലും നാശനഷ്ടങ്ങൾ ഉണ്ടായി. കാലവർഷത്തിന്റെ ആദ്യ നാളുകളിൽ തന്നെ കനത്ത നാശമാണ് വടക്കൻ ജില്ലകളിൽ ഉണ്ടായത്. കനത്ത കാറ്റിലും മഴയിലും പലയിടത്തും മരങ്ങൾ പൊട്ടിവീണു, മണ്ണിടിഞ്ഞു, വൈദ്യുത പോസ്റ്റുകൾ ഒടിഞ്ഞു, റോഡുകൾ ഒലിച്ചുപോയി. കോഴിക്കോട് വിലങ്ങാട് മഞ്ഞച്ചീടിയിലെ 9 കുടുംബങ്ങളിലെ 36 പേരെ വിലങ്ങാട് സെന്റ് ജോർജ് ഹൈസ്കൂളിലേക്ക് മാറ്റി താമസിപ്പിച്ചു. കൊയിലാണ്ടി നടേരിക്കടവ് പള്ളിക്ക് സമീപം മരങ്ങൾ പൊട്ടി വൈദ്യുതി ലൈനിൽ വീണു. വടകര താലൂക്കിൽ കാവിലമ്പാറ 3-ാം കൈ തോടിന്റെ വശമിടിഞ്ഞത് കാരണം 4 കുടുംബങ്ങളെ അടുത്തുള്ള വീട്ടിലേക്ക് മാറ്റി. കോരപ്പുഴയിലെ ജലനിരപ്പ് ഉയർന്നതിനാൽ കരയിലുള്ളവർ ജാഗ്രത പാലിക്കാനും നിർദ്ദേശമുണ്ട്. കണ്ണൂരിൽ മഴ തുടരുന്ന പശ്ചാത്തലത്തിൽ പഴശ്ശി ഡാമിന്റെ 16 സ്പിൽവേ ഷട്ടറുകളിൽ 8 ഷട്ടറുകൾ 1 മീറ്റർ വരെ തുറന്നു. വയനാട് ജില്ലയിൽ ഇന്നലെ മുതൽ തുടങ്ങിയ ശക്തമായ മഴയ്ക്ക് ശമനം വന്നിട്ടുണ്ട്. എങ്കിലും ജാഗ്രതാ നിർദ്ദേശങ്ങൾ പിൻവലിച്ചിട്ടില്ല. ടൂറിസം കേന്ദ്രങ്ങൾ അടച്ചിടാൻ ജില്ലാ കളക്ടർ ഉത്തരവിട്ടു. ക്വാറികളുടെ പ്രവർത്തനം നിർത്തിവെക്കാനും നിർദ്ദേശം നൽകി. പാലക്കാട് അട്ടപ്പാടി ധോണിക്കുണ്ട് കാരാറ റോഡിലെ അപ്രോച്ച് റോഡ് ഒലിച്ചുപോയി. അട്ടപ്പാടി ചുരം 9-ാം വളവിൽ മരം വീണത് മൂലം ഗതാഗതം തടസ്സപ്പെട്ടു. തേൻകുറിശ്ശിയിൽ ചന്ദ്രികയുടെ വീടിന് മുകളിലും അഗളി സാമൂഹികാരോഗ്യ കേന്ദ്രത്തിന് മുന്നിലും മരം വീണു. അട്ടപ്പാടി അഗളി അബനൂരിൽ പാറ ഉരുണ്ടു വീണ് നിർമ്മാണത്തിനുണ്ടായിരുന്ന വീടിന്റെ അടുക്കള വശം ഇടിഞ്ഞു. വീടിനകത്തുണ്ടായിരുന്ന ഒരാൾക്ക് പരിക്കേറ്റു. ചന്ദ്രമല എസ്റ്റേറ്റിൽ തോട്ടം തൊഴിലാളികൾ താമസിക്കുന്ന ലയത്തിന് മുകളിൽ പോസ്റ്റുകൾ വീണു. കൊപ്പം തിരുവേഗപ്പുറയിൽ മരം വീണ് വൈദ്യുതി ലൈനുകൾ തകർന്നു. മലപ്പുറം ചുങ്കത്തറ ചൂരക്കണ്ടിയിൽ നിയന്ത്രണം വിട്ട കാർ താഴ്ചയിലേക്ക് മറിഞ്ഞു. തീരദേശവാസികൾ ജാഗ്രത പാലിക്കണമെന്നും ബീച്ചുകൾ കേന്ദ്രീകരിച്ചുള്ള വിനോദസഞ്ചാരങ്ങൾ ഒഴിവാക്കണമെന്നും ജാഗ്രതാ നിർദ്ദേശമുണ്ട്. ജില്ലയിലെ മദ്രസകളും ട്യൂഷൻ സെന്ററുകളും ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധിയാണ്. കാസർഗോഡ് ജില്ലയിലും മലയോര മേഖലയിൽ മഴ തുടരുകയാണ്. വിവിധ ബ്യൂറോകൾക്കൊപ്പം ജനം, കോഴിക്കോട്. തിരുവനന്തപുരം വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതക കേസ് പ്രതി അഫാൻ ജയിലിൽ ആത്മഹത്യക്ക് ശ്രമിച്ചു. പൂജപ്പുര ജയിലിലെ ശുചിമുറിയിലാണ് ആത്മഹത്യാ ശ്രമം നടന്നത്. അഫാനെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. വിവരങ്ങളുമായി ടിൻഡു ദാസ് ചേരുന്നു. ടിൻഡു ദാസ്, വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതക കേസിലെ പ്രതി അഫാൻ ജയിലിൽ ആത്മഹത്യക്ക് ശ്രമിച്ചിരിക്കുന്നു. എന്തായാലും വളരെ പെട്ടെന്ന് അഫാനെ അവിടെ നിന്നും മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ടല്ലോ. കൂടുതൽ വിവരങ്ങൾ ടിൻഡു. വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതക കേസിലെ പ്രതിയാണ് അഫാൻ. കഴിഞ്ഞ ദിവസമാണ് അഫാന് ജീവപര്യന്തം തടവ് ശിക്ഷ വിധിച്ചുകൊണ്ട് കോടതി വിധി പുറത്തു വന്നത്. ഇതേ തുടർന്ന് പൂജപ്പുര സെൻട്രൽ ജയിലിൽ തടവിൽ കഴിയുകയായിരുന്നു അഫാൻ. അഫാനാണ് കഴിഞ്ഞ ദിവസം ശുചിമുറിയിൽ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത്. ഇത് ജയിൽ അധികൃതർ വളരെ പെട്ടെന്ന് ഈ ആത്മഹത്യാ ശ്രമം തിരിച്ചറിയുകയും ഉടൻ തന്നെ അഫാനെ അവിടെ നിന്ന് രക്ഷപ്പെടുത്തി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുകയുമാണ് ചെയ്തത്. എന്തായാലും അഫാൻ്റെ നില ഗുരുതരമല്ല എന്നാണ് അറിയുന്നത്. മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ അഫാൻ ഇപ്പോഴും ചികിത്സയിൽ കഴിയുകയാണ്. മറ്റു വാർത്തയിലേക്ക് പോകാം. കൊച്ചി തീരത്തിനടുത്ത് അപകടത്തിൽപ്പെട്ട കപ്പൽ പൂർണ്ണമായും കടലിൽ മുങ്ങി. ഇന്ന് രാവിലെ 8 മണിയോടെ കപ്പൽ പൂർണ്ണമായും മുങ്ങുകയായിരുന്നു. ചരക്ക് കപ്പലിൽ നിന്ന് രക്ഷപ്പെടുത്തിയ നാവികരുമായി കോസ്റ്റ് ഗാർഡ് കപ്പൽ കൊച്ചി തീരമണഞ്ഞു. 21 പേരാണ് കപ്പലിലുണ്ടായിരുന്നത്. കപ്പലിലുണ്ടായിരുന്ന 640 കണ്ടെയ്നറുകളിൽ 13 കണ്ടെയ്നറുകളാണ് ഏറ്റവും അപകടകരമായ നിലയിൽ ഉള്ളത്. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്നും ജിജീഷ് ഉണ്ടാകും. എന്തായാലും രക്ഷാദൗത്യം
സമ്പൂർണ്ണമായി വിജയിച്ചിരിക്കുന്നു. അറബിക്കടലിൽ മുങ്ങിയ വിദേശ ചരക്ക് കപ്പലിൽ നിന്നും ആ കപ്പലുണ്ടായിരുന്ന മുഴുവൻ ജീവനക്കാരെയും രക്ഷിക്കാൻ സാധിച്ചു. 21 പേരെയും രക്ഷിച്ചുകൊണ്ട് കോസ്റ്റ് ഗാർഡിൻ്റെയും നാവികസേനയുടെയും രക്ഷാ കപ്പൽ അത് കൊച്ചി തീരം അണഞ്ഞിരിക്കുന്നു. ഇവരെ ഇനിയും പ്രാഥമിക ചികിത്സ നൽകുന്നതിന് വേണ്ടി കൊച്ചി കോസ്റ്റ് ഗാർഡിൻ്റെ സഞ്ജീവനി ആശുപത്രിയിലേക്ക് മാറ്റും എന്നുള്ള വിവരങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത്. അവർക്ക് പ്രാഥമിക ചികിത്സ നൽകേണ്ടതുണ്ട്. കാരണം അവർ അകപ്പെട്ട നിലയിലായിരുന്നു. തകർന്ന കപ്പലിൽ എല്ലാം തകർന്ന് മാനസികമായും ഒക്കെ തന്നെ തളർന്ന അവസ്ഥയിലാണ്. ആഹാരവും ഒന്നും സമയത്ത് കഴിക്കാതെ ജീവൻ പോലും നഷ്ടപ്പെടുന്ന സാഹചര്യത്തിൽ നിന്നാണ് അവരെ രക്ഷപ്പെടുത്തി കരയിലെത്തിക്കുന്നത്. സന്തോഷകരമായ മുഹൂർത്തം തന്നെയാണ്. ജിജീഷ്, ഇവരെ എല്ലാവരെയും ഇപ്പോൾ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ടോ? കൂടുതൽ വിവരങ്ങൾ ജിജീഷ് കർണാകരൻ. വിനോദ്, 21 പേരെയും രക്ഷപ്പെടുത്തിക്കൊണ്ടുള്ള INS അർണവേഷ് എന്ന ഷിപ്പാണ് ഇപ്പോൾ തീരദേശ സേനയുടെ തീരത്തേക്ക് ജെട്ടിയിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും സുരക്ഷിതരായി തിരിച്ചു വരുന്നു എന്ന് തന്നെയാണ് വിനോദ് സൂചിപ്പിച്ചതുപോലെ തന്നെ അതിൽ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് ICGS അർണവേഷ് അല്പസമയത്തിനകം തന്നെ തീരം തൊടും. അതിനുശേഷം ഇവർക്ക് മതിയായ ചികിത്സ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ചെയ്യേണ്ടതുണ്ട് എന്നാണ് കോസ്റ്റ് ഗാർഡും നേവിയും എല്ലാം തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത്. കാരണം 2 ദിവസത്തിലധികം ഈ ഒരു കപ്പലിൽ പ്രതികൂല കാലാവസ്ഥയോടും പ്രതികൂല സാഹചര്യങ്ങളോടും എല്ലാം തന്നെ മല്ലടിച്ചു കഴിഞ്ഞ ആളുകളാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ഏറെ ശാരീരിക പ്രശ്നങ്ങൾ അവർ അഭിമുഖീകരിക്കുന്നുണ്ട്. അത്തരം വിദഗ്ധ ചികിത്സ അവർക്ക് ലഭ്യമാക്കേണ്ടതുണ്ട്. അങ്ങനെ അതിനുള്ള സൗകര്യങ്ങളും സംവിധാനങ്ങളും എല്ലാം തന്നെ വലിയ തോതിലുള്ള ക്രമീകരണങ്ങൾ ഇപ്പോൾ ഇവിടെ കോസ്റ്റ് ഗാർഡ് അത്തരം ക്രമീകരണങ്ങളെല്ലാം തന്നെ ചെയ്തു വച്ചിരിക്കുകയും ചെയ്യുകയാണ്. മാത്രമല്ല ഇതിൽ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് കോസ്റ്റ് ഗാർഡ് ഔദ്യോഗികമായി തന്നെ വ്യക്തമാക്കിയിരിക്കുന്നു, കപ്പൽ പൂർണ്ണമായും മുങ്ങിയിരിക്കുന്നു. അതിനുള്ള കണ്ടെയ്നറുകൾ അടക്കം കപ്പൽ പൂർണ്ണമായും മുങ്ങിയിരിക്കുകയാണ് എന്നാണ്. അതിൽ 13 എണ്ണത്തിലാണ് രാസവസ്തുക്കൾ, അപകടകരമായ രാസവസ്തുക്കൾ, ഏതെങ്കിലും തരത്തിലുള്ള രാസവസ്തുക്കൾ ഉള്ളത് എന്നൊരു സ്ഥിരീകരണവും കോസ്റ്റ് ഗാർഡ് നൽകുകയും ചെയ്യുന്നുണ്ട്. 40ഓളം ആകെ നേരത്തെ തന്നെ കപ്പൽ ചെരിഞ്ഞപ്പോൾ തന്നെ വെള്ളത്തിലേക്ക് വീണു. അതിനുശേഷം കപ്പൽ ഉയർത്താനുള്ള ഒരു ശ്രമമായിരുന്നു, ചെരിഞ്ഞ കപ്പൽ ഉയർത്തി എടുക്കാനുള്ള ശ്രമങ്ങളായിരുന്നു ഇതിന്റെ ഭാഗമായി നടന്നിരുന്നത്. എന്നാൽ അത് പൂർണ്ണമായും തന്നെ പരാജയപ്പെട്ടതോടുകൂടിയാണ് മുഴുവൻ പേരെയും രക്ഷപ്പെടുത്തി കൊണ്ടുവരിക. കാരണം ആദ്യം 21 പേരെ കപ്പലിലേക്ക് മാറ്റിയിരുന്നു, നാവികസേനയുടെ കപ്പലിലേക്ക് മാറ്റി. ബാക്കി 3 പേര് ആ കപ്പലിൽ തന്നെ നിലയുറപ്പിക്കുകയായിരുന്നു. അവിടെ എന്തെല്ലാം സാങ്കേതിക കാര്യങ്ങൾ ചെയ്തുകൊണ്ട് നിർവഹിച്ചുകൊണ്ട് കപ്പലിനെ സ്റ്റഡിയായി നിർത്താൻ കഴിയും എന്ന ഒരു കാര്യങ്ങൾ ായിരുന്നു അവിടെ പ്രധാനമായും പരിശോധിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ കപ്പൽ ഓരോ സെക്കൻഡിലും എന്ന രീതിയിൽ കപ്പൽ താഴേക്ക് പതിച്ചുകൊണ്ടിരുന്നതോടുകൂടി അതിനകത്തുള്ള ക്യാപ്റ്റൻ അടക്കമുള്ള പ്രധാനപ്പെട്ട സാങ്കേതിക അറിവുകളുള്ള ആളുകളെ കൂടി ആ കപ്പലിൽ നിന്ന് പുറത്തിറക്കുന്നതാണ് അവർക്ക് കൂടി സുരക്ഷിതമെന്ന് ബോധ്യപ്പെടുത്തുകയായിരുന്നു. തുടർന്ന് അവരെയും പുറത്തേക്ക് ഇറക്കി നാവികസേനയുടെ കപ്പലിലേക്ക് അവരെയും മാറ്റി അത്തരത്തിൽ മുഴുവൻ ആളുകളെയും 24 പേരെയും രക്ഷിച്ചുകൊണ്ട് തന്നെയാണ് നാവികസേനയുടെയും കോസ്റ്റ് ഗാർഡിന്റെയും എല്ലാം തന്നെ കപ്പലുകൾ ഇപ്പോൾ തീരം അണഞ്ഞു കൊണ്ടിരിക്കുന്നത്. മാത്രമല്ല ഈ അപകടകരമായ സാഹചര്യം അതിപ്പോഴും നിലനിൽക്കുന്നു എന്ന് തന്നെയാണ് സൂചിപ്പിക്കുന്നത്. കാരണം വലിയ അളവിൽ രാസവസ്തുക്കൾ, ലായനികൾ അടങ്ങിയത് തന്നെയാണ് ഈ കണ്ടെയ്നറുകൾ എന്നതുകൊണ്ട് തന്നെ ഈ കണ്ടെയ്നറുകൾ പൂർണ്ണമായും ഈ കടലിനടിയിൽ നിലകൊള്ളുന്നത് വലിയ തോതിലുള്ള പാരിസ്ഥിതിക പ്രശ്നങ്ങൾക്കെല്ലാം തന്നെ ഇടയാക്കും. നിലവിൽ എണ്ണച്ചോർച്ച ഉണ്ടായിട്ടില്ല എന്ന കാര്യം കോസ്റ്റ് ഗാർഡ് വ്യക്തമാക്കിയിട്ടുണ്ട്. കപ്പലിൽ നിന്ന് എണ്ണച്ചോർച്ച ഉണ്ടായിട്ടില്ല. ദൃശ്യങ്ങളിലടക്കം കാണുന്നത് അത് മറിഞ്ഞപ്പോൾ ഉണ്ടായ ആ ഒരു വെള്ളത്തിന്റെ തിരയിളക്കം അല്ലെങ്കിൽ അത്തരത്തിലുള്ള ദൃശ്യങ്ങളാണ് കാണാൻ കഴിഞ്ഞത്. പൂർണ്ണമായും എണ്ണച്ചോർച്ച ഉണ്ടായിട്ടില്ല എന്ന സ്ഥിരീകരണം ഇപ്പോൾ കോസ്റ്റ് ഗാർഡും ഒപ്പം തന്നെ നാവികസേനയും എല്ലാം നൽകുകയും ചെയ്യുന്നുണ്ട്. മാത്രമല്ല അവിടെ നടത്തുന്നുണ്ട്. കോസ്റ്റ് ഗാർഡിന്റെ കപ്പൽ ഇത്തരത്തിൽ മലിനീകരണ നിയന്ത്രണ സംവിധാനങ്ങൾ പൂർണ്ണമായും സജ്ജീകരിച്ചിട്ടുള്ള കോസ്റ്റ് ഗാർഡിന്റെ കപ്പൽ ആ പ്രദേശത്ത് റോന്ത് ചുറ്റിക്കൊണ്ട് നിരന്തരമായ നിരീക്ഷണങ്ങൾ, ഏതെങ്കിലും രാസവസ്തുക്കളോ എണ്ണയോ കടലിലേക്ക് കലരുന്ന സാഹചര്യമുണ്ട് എങ്കിൽ അത് ഉടൻ തന്നെ കൂടുതൽ പ്രദേശങ്ങളിലേക്ക് വ്യാപിക്കാതിരിക്കുന്ന അത് തടയാനുള്ള സംവിധാനങ്ങൾ തന്നെയാണ് ഈ ഒരു കപ്പലിൽ അവിടെ കോസ്റ്റ് ഗാർഡിന്റെ കപ്പലിൽ ഉള്ളത്. അത്തരം സംവിധാനങ്ങളെല്ലാം തന്നെ ക്രമീകരിച്ചുകൊണ്ടുള്ള എല്ലാ മുൻകരുതലുകളും ഇക്കാര്യത്തിൽ കോസ്റ്റ് ഗാർഡും നാവികസേനയും എല്ലാം സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള
മലിനീകരണ പ്രശ്നങ്ങളടക്കം ഇല്ലാതിരിക്കാനുള്ള നടപടികളാണ് ഇപ്പോൾ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കപ്പൽ ദൃശ്യങ്ങൾ കൃത്യമായ എത്തിക്കൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ കപ്പലിലാണ് തീരദേശ സേനയുടെ ഈ കപ്പലിലാണ് രക്ഷപ്പെടുത്തിയ 21 അംഗങ്ങളുമുള്ളത്, നാവികരുമുള്ളത്. അവരെ മുഴുവൻ തന്നെ ഇന്നലെ തന്നെ അവർ ഈ പലരെയും നാവികസേനയുടെ കപ്പലിലേക്കും കോസ്റ്റ് ഗാർഡിന്റെ കപ്പലിലേക്കും എല്ലാം തന്നെ മാറ്റിയിരുന്നു. ഇനി ഇവിടെ കൊണ്ടുവന്നുള്ള പൂർത്തിയാക്കിയതിനു ശേഷം ഏറ്റവും അടുത്ത ചികിത്സ ആശുപത്രികളിലേക്ക് മാറ്റി ചികിത്സാ സൗകര്യങ്ങൾ നൽകുക എന്നത് തന്നെയാണ് അതിൽ പ്രധാനം. വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകളാണ് ഈ കപ്പലിൽ ഉള്ളത്. മതിയായ ചികിത്സ ലഭ്യമാക്കുന്നതിനുള്ള ക്രമീകരണങ്ങളെല്ലാം തന്നെ സജ്ജമാക്കിയിട്ടുണ്ട്. അത്തരം ക്രമീകരണങ്ങളെല്ലാം ചെയ്തുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോവുകയും ചെയ്യുന്നത്. അങ്ങനെ ഒരു വലിയ അപകടം, അതിൽ നിന്ന് പൂർണ്ണമായും തന്നെ ജീവനുകൾ രക്ഷിക്കാൻ കഴിഞ്ഞു. എന്നാൽ ആ അപകട സാഹചര്യം ഇപ്പോഴും നിലനിൽക്കുന്നു. ഇന്നലെ ഉച്ചയ്ക്ക് 2:30 വിഴിഞ്ഞത്ത് നിന്ന് കൊച്ചിയിലേക്ക് വന്നുകൊണ്ടിരുന്ന ഈ ലൈബീരിയൻ കപ്പൽ എൽസ 3 അപകടത്തിൽപ്പെട്ട് ചെരിഞ്ഞത്. കപ്പലിൽ നിന്ന് 40 കണ്ടെയ്നറുകളാണ് കടലിലേക്ക് പോവുകയും ചെയ്തത്. അതോടുകൂടിയായിരുന്നു തീരദേശവാസികളോട് ജാഗ്രത പാലിക്കാൻ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ നിർദ്ദേശമെല്ലാം തന്നെ മുന്നോട്ട് വന്നത്. കപ്പലിനെ പൂർവ്വസ്ഥിതിയിലാക്കാൻ നാവികസേനയും തീരസംരക്ഷണ സേനയും എല്ലാം പരമാവധി ശ്രമിച്ചു എങ്കിലും അതെല്ലാം വിഫലമാക്കിക്കൊണ്ട് തന്നെയാണ് രാവിലെ 8 മണിയോടുകൂടി പൂർണ്ണമായും ഈ കണ്ടെയ്നറുകളുമായി കപ്പൽ. അതെ, തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ഉൾക്കടലിൽ അകപ്പെട്ട അല്ലെങ്കിൽ അപകടത്തിൽപ്പെട്ട വിദേശ ചരക്ക് കപ്പലിൽ നിന്നും രക്ഷിച്ച 21 പേരുമായി തീരസംരക്ഷണ സേനയുടെ രക്ഷാദൗത്യം നിർവഹിച്ച കപ്പൽ കൊച്ചി നാവികസേന ആസ്ഥാനത്തിന് അല്ലെങ്കിൽ കൊച്ചി തീരത്തിനടുത്തേക്ക് എത്തി. കപ്പൽ എന്തായാലും കരയിലേക്ക് സമ്പൂർണ്ണമായി കപ്പൽ അടുപ്പിക്കാൻ കഴിയില്ല എന്ന് നമുക്ക് ഏവർക്കും അറിയാം. അങ്ങനെ ആ കപ്പൽ നങ്കൂരമിട്ട ആ പ്രദേശത്തേക്ക് ചെറിയ ബോട്ടുകളിലെത്തി. ആ ബോട്ടുകളിലേക്ക് ആ കപ്പലുണ്ടായിരുന്ന ആളുകളെ മാറ്റി അവരുമായി ആ ബോട്ട് തീരത്തേക്ക് വരുന്നതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. എന്തായാലും 21 പേരെയും രക്ഷിക്കാൻ സാധിച്ചിരിക്കുന്നു. 40ഓളം കണ്ടെയ്നറുകൾ അറബിക്കടലിൽ പതിച്ചിട്ടുണ്ട്. ഇനിയും അതിൻ്റെ അവസ്ഥയാണ് അതീവ നിർണായകമായിട്ടുള്ളത്. രാസവസ്തുക്കൾ അടങ്ങിയ അല്ലെങ്കിൽ അഗ്നിബാധയ്ക്ക് സാധ്യതയുള്ള കണ്ടെയ്നറുകൾ കടലിൽ പതിച്ചിരിക്കുന്നു. അത് വലിയ ഭീഷണി തന്നെ ഉയർത്തുന്നുണ്ട്. അത് കരയിലേക്ക് അടിഞ്ഞാൽ അത് കൈകൊണ്ട് തുടരുത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം അറിയിക്കുന്നു. കൈവീശി കാണിക്കുന്നത് ആ കപ്പലിൽ നിന്നും രക്ഷപ്പെട്ട വിദേശികൾ അടക്കമുള്ള നാവികർ അടക്കമുള്ള ക്യാപ്റ്റൻ അടക്കമുള്ള ആളുകളാണ്. സന്തോഷകരമായ മുഹൂർത്തത്തിലൂടെയാണ് ഇപ്പോൾ നമ്മൾ കടന്നു പോകുന്നത്. കടലിനുള്ളിൽ അകപ്പെട്ട മുഴുവൻ ആളുകളെയും 21 പേരെയും ആ കപ്പലിലുണ്ടായിരുന്ന ജീവനക്കാർ, ആ കപ്പലിലെ പ്രധാനപ്പെട്ട ക്യാപ്റ്റൻ അടക്കമുള്ള ആളുകളെ ഭാരതത്തിൻ്റെ കോസ്റ്റ് ഗാർഡ്, അതേപോലെ തന്നെ നാവികസേന, അതേപോലെ തന്നെ വ്യോമസേന ഒക്കെ ഇവരുടെയൊക്കെ സംയുക്തമായ ഓപ്പറേഷനിലൂടെ എല്ലാവരെയും രക്ഷിക്കാൻ, അതിൽ റഷ്യക്കാരടക്കമുള്ള വിദേശികളാണ് ഭൂരിപക്ഷവും. ഇത് വിദേശ ചരക്ക് കപ്പലാണ്. 184 അടി നീളമുള്ള വലിയ ചരക്ക് കപ്പൽ. അത് വിഴിഞ്ഞത്ത് നിന്നും കൊച്ചിയിലേക്ക് പുറപ്പെട്ട ചരക്ക് കപ്പലാണ്. യാത്രാ മധ്യേ വലിയ തിരമാലയിൽ അകപ്പെട്ട് കപ്പൽ തകർന്നുപോയി. ആ തകർന്ന കപ്പലിൽ നിന്നും നമ്മൾ രക്ഷാദൗത്യം പൂർത്തിയാക്കി മുഴുവൻ ജീവനുകളും നമ്മൾ വീണ്ടെടുക്കാൻ നമുക്ക് സാധിച്ചു. അത് നമുക്ക് അഭിമാനം തന്നെയാണ്. ജിജീഷ് കർണാകരൻ ചേർന്നു. ജിജീഷ്, ഈ ബോട്ടുകളിൽ ഇവരെ കരയിലേക്ക് എത്തിക്കുകയാണല്ലോ. ഇനി എത്ര സമയം കൂടി വേണ്ടി വരും ഇവർ കരയിലേക്ക് എത്താൻ, ജിജീഷ്? വിനോദ്, ഇനിയൊരു 15 മിനിറ്റ് മാത്രം മതി ഇവർ കരയിലേക്ക് എത്തുന്നതിന് വേണ്ടി. തൊട്ടടുത്ത ജെട്ടിയിലേക്കാണ് ഈ തീരസംരക്ഷണ സേനയുടെ കപ്പൽ ഇപ്പോൾ ഇത് അടുത്തുകൊണ്ടിരിക്കുന്നത്. അവിടെ അതിനുശേഷം അവരെ പുറത്തേക്ക് ഇറക്കും. വലിയ ഒരു ചികിത്സാ സംവിധാനങ്ങളും ക്രമീകരണങ്ങളും എല്ലാം തന്നെ അവിടെ ഒരുക്കേണ്ടതുണ്ട് എന്ന കാര്യം തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തീരദേശ സേന ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. അവരെ ഉടൻ തന്നെ, അതായത് കരയിലേക്ക് ഇറങ്ങിയ ഉടൻ തന്നെ അവർക്ക് ചികിത്സ നൽകുന്നതിനുള്ള ക്രമീകരണങ്ങൾക്കായിരിക്കും പ്രധാനപ്പെട്ട പരിഗണന നൽകുക, മുഖ്യ പരിഗണന നൽകുക. ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട വിവര
വിവരങ്ങൾ അത് തീരദേശ സേനയുടെ ഉദ്യോഗസ്ഥർ വിശദീകരിക്കുകയും ചെയ്യും. ഇത് ഇന്നലെ ഉച്ചയോടുകൂടി നടത്തിയ ഒരു ഓപ്പറേഷനാണ്. മണിക്കൂറുകൾ നീണ്ട ഒരു രക്ഷാപ്രവർത്തനം എന്ന് തന്നെ പറയാം. ആ മണിക്കൂറുകളുടെ രക്ഷാപ്രവർത്തനം, ഇതിനു മുമ്പും ഇത്തരത്തിൽ സമാനമായ നിരവധി രക്ഷാപ്രവർത്തനങ്ങളിൽ നാവികസേനയും തീരസംരക്ഷണ സേനയും എല്ലാം തന്നെ കൈകോർത്ത് മുന്നോട്ട് പോയിട്ടുണ്ട്. ഇത്തരം സാഹചര്യങ്ങളിൽ, അടിയന്തര ഘട്ടങ്ങളിൽ എല്ലാം തന്നെ എങ്ങനെയാണ് ജീവനുകൾ രക്ഷിക്കാനും സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്താനും എല്ലാം തന്നെ പ്രവർത്തനങ്ങൾ നടക്കൊണ്ടിരുന്നത് എന്നത് നമുക്ക് മുൻ അനുഭവങ്ങളുണ്ട്. സമാനമായ രീതിയിൽ തന്നെയായിരുന്നു ഇത്തരത്തിലുള്ള ഒരു വിവരം ലഭിക്കുന്നു. ഏറ്റവും അടുത്തുള്ള കേന്ദ്രം എന്ന നിലയിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിവരങ്ങൾ അത് ഇന്ത്യൻ നേവിയും കോസ്റ്റ് ഗാർഡുമായി ബന്ധപ്പെട്ട് വരുന്നു. കാരണം 40 കിലോമീറ്റർ അകലെയാണ്, തീരത്തിൽ നിന്ന് 40 കിലോമീറ്ററോളം അകലെയാണ് ഈ ഒരു അപകടം നടക്കുന്നത്. സ്വാഭാവികമായും രാജ്യത്തിന്റെ ഒരു നോട്ടിക്കൽ മൈലുകൾക്ക് അപ്പുറം ദൂരേക്ക് ആണ്. എന്നാൽ ഏറ്റവും സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് ഉള്ള വിവരങ്ങൾ വരുന്നു. അതുമായി ബന്ധപ്പെട്ട് ഉടൻ തന്നെ തീരസംരക്ഷണയും നാവികസേനയും എല്ലാം അവിടെ എത്തുന്നു. രക്ഷാപ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുന്നു. മറ്റ് നടപടികൾ, അല്ലെങ്കിൽ ഇത് കപ്പലിൽ നിന്നുള്ള കണ്ടെയ്നറുകൾ അത് കടലിലേക്ക് ഒഴുകി പോകാതിരിക്കാനുള്ള അത്തരം കാര്യങ്ങൾ ഒരു ഭാഗത്ത് ശ്രമങ്ങൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം തന്നെ നിർവഹിക്കുന്നു. മറുഭാഗത്ത് മുഴുവൻ ആളുകളെയും സുരക്ഷിതരായി ഈ കപ്പലിൽ നിന്ന് നേവിയുടെ, നാവികസേനയുടെ കപ്പലിലേക്കും ഒപ്പം തന്നെ തീരസംരക്ഷണ സേനയുടെ കപ്പലുകളിലേക്കും എല്ലാം തന്നെ മാറ്റുന്നു. അവർ സുരക്ഷിതരാണ് എന്ന് ഉറപ്പിച്ചതിന് ശേഷം 3 പേരെ ബന്ധപ്പെട്ട ജോലികൾക്കായി അല്ലെങ്കിൽ ആ കപ്പലിൽ തന്നെ തുടരുന്നതിനുള്ള സൗകര്യങ്ങളും ചെയ്തു നൽകുന്നു. പിന്നീടാണ് കപ്പൽ താഴേക്ക് പതിക്കുന്നു, കണ്ടെയ്നറുകൾ താഴേക്ക് നീങ്ങുന്നു എന്ന് വ്യക്തമായത്. അതോടുകൂടിയാണ് പൂർണ്ണമായും അതിനകത്തുള്ള മറ്റ് 3 പേരെ കൂടി, ക്യാപ്റ്റൻ അടക്കമുള്ള, എഞ്ചിനീയർ അടക്കമുള്ള മറ്റ് 3 പേരെ കൂടി പുറത്തേക്ക് എത്തിക്കുന്നതും കപ്പലിലേക്ക് മാറ്റുകയും ചെയ്യുന്നത്. അങ്ങനെയുള്ള രക്ഷാപ്രവർത്തനത്തിന്റെ നടപടികളെല്ലാം തന്നെ പൂർത്തിയാക്കി മുന്നോട്ട് പോകാനും കഴിയുന്നത്. 643 കണ്ടെയ്നറുകളായിരുന്നു കപ്പലിൽ ഉണ്ടായിരുന്നത്. ഇതിൽ 13 കണ്ടെയ്നറുകളിൽ അപകടകരമായ രാസവസ്തുക്കൾ ഉണ്ട് എന്ന് വ്യക്തമായി. ഇത് പൂർണ്ണമായും മുങ്ങിയത് ഇന്ന് രാവിലെയും ലഭ്യമായ വിവരങ്ങൾ അനുസരിച്ച് കപ്പൽ ഒരു പൂർണ്ണമായും മുങ്ങിയിട്ടില്ല. ഏതാണ്ട് ചെറിയ അളവിൽ മാത്രം ചെരിച്ചിരിക്കുന്ന കപ്പൽ പിന്നീട് കരയിലേക്ക് എത്തിക്കാൻ കഴിയുമെന്നെല്ലാമുള്ള ഒരു പ്രതീക്ഷയായിരുന്നു ഉണ്ടായിരുന്നത് എങ്കിൽ അതിൽ നിന്ന് വ്യത്യസ്തമായി കപ്പൽ പൂർണ്ണമായും മുങ്ങിപ്പോയി, ഈ കണ്ടെയ്നറുകൾ ഉൾപ്പെടെ എന്നൊരു വിവരമാണ് ലഭിച്ചത്. തുടർന്ന് ഈ കപ്പൽ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം കപ്പൽ ഇനി തിരിച്ചെടുക്കാൻ കഴിയുന്ന എന്തെല്ലാം മാർഗങ്ങളുണ്ട് എന്നത് ആലോചിക്കുക എന്നത് തന്നെയായിരുന്നു ഇതിൽ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത്. അങ്ങനെ അതിനുള്ള സംവിധാനങ്ങളും സൗകര്യങ്ങളും എല്ലാം തന്നെ അവർ ചെയ്യുമ്പോഴും പ്രതികൂല കാലാവസ്ഥയിൽ എന്തെല്ലാം ചെയ്യാൻ കഴിയുമെന്നതിൽ ഒരു സംശയങ്ങൾ അന്ന് ആ ഒരു ഘട്ടത്തിൽ തന്നെ ഉണ്ടായിരുന്നു. ആ പ്രതികൂല കാലാവസ്ഥയെ മറികടന്നുകൊണ്ടുള്ള അതിനുള്ള നീക്കങ്ങൾ ഒരു ഭാഗത്ത് നടക്കുമ്പോൾ തന്നെയാണ് പൂർണ്ണമായും കപ്പൽ മുങ്ങിയിരിക്കുന്നത്. ഇനിയുള്ള ഒരു നാവികസേനയുടെയും ഒപ്പം തന്നെ തീരസംരക്ഷണ സേനയുടെയും എല്ലാം പ്രധാനപ്പെട്ട പ്രവർത്തനം എന്ന് പറയുന്നത് ഈ രാസ വസ്തുക്കൾ അത് കടലിൽ കടലിൽ ുള്ള ഒരു ശ്രമങ്ങൾ നടത്തുക എന്നത് തന്നെയാണ്. കാരണം സ്വാഭാവികമായും ഈ കണ്ടെയ്നറുകൾ മണിക്കൂറുകൾ കടൽ വെള്ളത്തിൽ നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും അതിലുള്ള രാസവസ്തുക്കൾ അത് കടലിലേക്ക് കലരുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകും. അങ്ങനെ കടലിലേക്ക് കലരുന്ന ഒരു സ്ഥിതി ഉണ്ടായിക്കഴിഞ്ഞാൽ അത് വലിയൊരു പാരിസ്ഥിതിക പ്രശ്നങ്ങൾക്കും പരിസ്ഥിതി മലിനീകരണത്തിനും തന്നെയായിരിക്കും ഉണ്ടാവുക. കാൽസ്യം കാർബൈഡ് അടക്കമുള്ള രാസവസ്തുക്കൾ അതിലുണ്ട് എന്നൊരു വിവരം ഇതുമായി ബന്ധപ്പെട്ട് പങ്കുവയ്ക്കപ്പെടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. 14 കണ്ടെയ്നറുകൾ, മൊത്തം 13 കണ്ടെയ്നറുകൾ ഇത്തരത്തിൽ രാസവസ്തുക്കൾ നിറഞ്ഞത് ആണ് എന്നതിന്റെ വിവരങ്ങളും എല്ലാം തന്നെ പുറത്തു വന്നു. അതെല്ലാം വലിയൊരു ആശങ്ക, ഇപ്പോഴും ആ ഒരു ആരോഗ്യ പ്രശ്നങ്ങൾ സംബന്ധിച്ചുള്ള ആശങ്കകൾ പൂർണ്ണമായും ഒഴിഞ്ഞിട്ടില്ല എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും. കാരണം അത്തരം ആരോഗ്യ പ്രശ്നങ്ങൾ വെച്ചാൽ ആശങ്കകൾ ഒഴിയണമെങ്കിൽ ഈ കണ്ടെയ്നറുകൾ സുരക്ഷിതമായി എത്തിക്കാനോ എടുക്കാനോ കഴിയണം. അതിൽ നിന്ന് രാസവസ്തുക്കൾ അല്ലെങ്കിൽ അതിമാരകമായ രാസവസ്തുക്കൾ ഒന്നും തന്നെ വെള്ളത്തിലേക്ക് കലർന്ന് അല്പസമയത്തിനകം ഉറപ്പാക്കി കടലിലകപ്പെട്ടവരുമായി എത്തുന്ന
അല്ലെങ്കിൽ ആ കപ്പൽ ജീവനക്കാരുമായി എത്തുന്ന ബോട്ട് അല്പസമയത്തിനകം കരയിലേക്ക് എത്തും. ആ നിമിഷം നമുക്ക് ആ വാർത്തയിലേക്ക് വരാം. കടലിൽ അകപ്പെട്ട അറബിക്കടലിൽ അകപ്പെട്ട അല്ലെങ്കിൽ അറബിക്കടലിൽ തകർന്ന ചരക്ക് കപ്പലിൽ നിന്നും 21 ജീവനക്കാരെയും രക്ഷിച്ചുകൊണ്ട് ക്യാപ്റ്റൻ അടക്കമുള്ള ജീവനക്കാരെ രക്ഷിച്ചുകൊണ്ട് കോസ്റ്റ് ഗാർഡിൻ്റെയും നാവികസേനയുടെയും രക്ഷാദൗത്യം പൂർത്തിയാക്കിക്കൊണ്ട് കപ്പൽ കൊച്ചി തീരത്തിനടുത്ത് എത്തിയിരിക്കുന്നു. ആ കപ്പലിൽ നിന്നും ഈ 21 പേരുമായി ചെറിയ ബോട്ട് കരയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ തത്സമയ വിവരങ്ങളാണ് ജിജീഷ് കരുണാകരൻ നൽകിക്കൊണ്ടിരുന്നത്. കരയിലേക്ക് എത്തുന്ന നിമിഷം നമുക്ക് ആ വാർത്തയിലേക്ക് മടങ്ങിയെത്താം. ഇടുക്കിയിൽ കനത്ത മഴയെ തുടർന്ന് മലങ്കര ഡാം മുന്നറിയിപ്പില്ലാതെ തുറന്നു. ഇന്ന് പുലർച്ചെയാണ് ഡാമിൻ്റെ 5 ഷട്ടറുകൾ തുറന്ന് വെള്ളം പുറത്തേക്ക് ഒഴുക്കിയത്. ആവശ്യമായ മുന്നറിയിപ്പ് നൽകുന്നതിൽ ജില്ലാ ഭരണകൂടത്തിന് വീഴ്ചയുണ്ടായി എന്നാണ് ആരോപണം. കല്ലാർകുട്ടി ഡാമിൻ്റെ 3 ഷട്ടറുകൾ ഉയർത്തി വെള്ളം പുറത്തേക്ക് ഒഴുക്കിവിടുന്നുണ്ട്. വേനൽ മഴയ്ക്ക് പിന്നാലെ കാലവർഷവും ശക്തി പ്രാപിച്ചതോടെ ജില്ലയിലെ ചെറുതും വലുതുമായ ഡാമുകളിലേക്കുള്ള നീരൊഴുക്ക് വർദ്ധിച്ചിട്ടുണ്ട്. ഇന്നലെ കല്ലാർകുട്ടി ഡാമിന്റെ ഷട്ടർ 15 സെന്റിമീറ്റർ ഉയർത്തി വെള്ളം പുറത്തേക്ക് ഒഴുക്കാൻ ജില്ലാ കളക്ടർ അനുമതി നൽകിയിരുന്നു. എന്നാൽ യാതൊരുവിധ മുന്നറിയിപ്പുമില്ലാതെ മലങ്കര ഡാം തുറന്നത് ആശങ്കകൾക്കിടയാക്കി. 5 ഷട്ടറുകൾ തുറന്ന് വെള്ളം പുറത്തേക്ക് ഒഴുക്കുകയായിരുന്നു. ക്രമാതീതമായി ജലനിരപ്പ് ഉയരുമെന്ന് തൊടുപുഴ, മൂവാറ്റുപുഴ ആറുകൾക്ക് തീരപ്രദേശത്ത് താമസിക്കുന്നവർക്ക് നിർദ്ദേശം നൽകിയിരുന്നില്ല. ജില്ലാ ഭരണകൂടത്തിന് ഗുരുതര വീഴ്ചയുണ്ടായെന്നാണ് ഉയരുന്ന ആരോപണം. യാതൊരു മുന്നറിയിപ്പും നൽകാതെ ആയിരക്കണക്കിന് ആളുകൾ അധിവസിക്കുന്ന മൂവാറ്റുപുഴയുടെയും മലങ്കര ഡാമിന് സമീപത്തുള്ള ആറിന് സമീപത്ത് താമസിക്കുന്ന ആളുകൾക്ക് ആശങ്കയിലാക്കുന്ന തരത്തിൽ യാതൊരു മുന്നറിയിപ്പുമില്ലാതെയാണ് ഡാം തുറന്നുവിട്ടിരിക്കുന്നത്. ഇത് ഈ ഒരു അവധി ദിവസമായി ഞായറാഴ്ച രാവിലെ തുറന്നുവിട്ടത് ഏറെ ആളുകളെ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. എന്നാൽ ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകിയാണ് മലങ്കര ഡാം തുറന്നത് എന്നാണ് റോഷി അഗസ്റ്റിൻ പറയുന്നത്. തെറ്റായ രീതിയിലുള്ളൊരു പ്രചാരണമാണ്. അതായത് മലങ്കര ഡാം ജലനിരപ്പ് ഉയർന്ന സാഹചര്യത്തിൽ അത് ഉയർത്തുന്നതിന് വേണ്ടിയുള്ള പെർമിഷൻ ചോദിച്ചുകൊണ്ട് DDMAയ്ക്കും തഹസിൽദാർക്കും എല്ലാം ഇൻഫർമേഷൻ കൊടുത്തിരുന്നു. പക്ഷേ ആ പെർമിഷൻ അവർ ടൈപ്പ് ചെയ്ത് ഓർഡറാക്കി തന്നില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതിന് ചിലപ്പോൾ അല്പം സമയം എടുക്കുമായിരിക്കും. പക്ഷേ ഡാമിലെ ജലനിരപ്പ് ഉയരുന്നതനുസരിച്ച് കാര്യങ്ങൾ മാനേജ് ചെയ്യുക എന്നുള്ളത് ഡാമിൻ്റെ സുരക്ഷിതത്വത്തിന് വളരെ അത്യാവശ്യമാണ്. നിലവിൽ കല്ലാർകുട്ടി ഡാമിന്റെ 3 ഷട്ടറുകൾ ഉയർത്തി വെള്ളം പുറത്തേക്ക് ഒഴുക്കുന്നുണ്ട്. മുതിരപ്പുഴയാർ, പെരിയാർ തീരദേശവാസികൾ ജാഗ്രത പാലിക്കണമെന്നും നിർദ്ദേശമുണ്ട്. ഡാമുകളുടെ വൃഷ്ടിപ്രദേശങ്ങളിൽ ശക്തമായ മഴയുള്ളതിനാൽ നീരൊഴുക്ക് വർദ്ധിക്കുന്നുമുണ്ട്. കല്ലാർകുട്ടി ഡാമിന്റെ ഷട്ടറുകൾ കൂടുതൽ ഉയർത്തി വെള്ളം പുറത്തേക്ക് ഒഴുക്കിയേക്കും. ജനം, ഇടുക്കി. കനത്ത മഴയിൽ പത്തനംതിട്ട ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നാശനഷ്ടം. ശക്തമായ കാറ്റിൽ വിവിധ ഭാഗങ്ങളിൽ മരങ്ങൾ കടപുഴകി വീണു. 50ഓളം വൈദ്യുത പോസ്റ്റുകളും 2 ദിവസങ്ങളിലായി കാറ്റിൽ ഒടിഞ്ഞു വീണിട്ടുണ്ട്. ജില്ലയിൽ 60 പ്രശ്നബാധിത മേഖലകൾ കണ്ടെത്തി. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ ശക്തമായ കാറ്റ് നാശം വിതച്ചു. തിരുവല്ല, പൊടിയാടി, കോന്നി, കൊക്കാത്തോട്, കല്ലേലി, ചിറ്റാർ, കാരിക്കയം, ഏർത്ത് എന്നിവിടങ്ങളിൽ മരങ്ങൾ കടപുഴകി വീണു. ഈ ഭാഗങ്ങളിൽ വൈദ്യുതി ബന്ധം മണിക്കൂറുകളോളം വിച്ഛേദിക്കപ്പെട്ടു. ഗതാഗതവും തടസ്സപ്പെട്ടു. ഇലകൊള്ളൂർ, ഏർത്ത് എന്നിവിടങ്ങളിൽ വീടിന് മുകളിലേക്ക് മരം വീണു. തിരുവല്ല, പൊടിയാടിയിൽ തെങ്ങ് കടപുഴകി 7 വൈദ്യുതി പോസ്റ്റുകൾ ഒടിഞ്ഞു. വെളുപ്പിന് 2:30 ഒരു സൗണ്ട് കേട്ടാ ഞങ്ങളെല്ലാം എഴുന്നേറ്റത്. അപ്പോൾ ഞാൻ താമസിക്കുന്ന വീടിന്റെ തൊട്ട് മുമ്പിലത്തെ ഒരു തെങ്ങ് കടപുഴകി. ഞാൻ തൊട്ടിപ്പുറത്തെ വീട്, ഞങ്ങൾ 4 പേര് ഞങ്ങൾ കിടക്കുമായിരുന്നു. ഞങ്ങളുടെ വീടിന്റെ പുറത്ത് വീണെന്നെങ്കിൽ നല്ലൊരു കാഷ്വാലിറ്റി തന്നെ ഉണ്ടായേനെ. അത് ഏതായാലും രക്ഷപ്പെട്ടു. തൊട്ടപ്പോൾ കാർ ഷെഡിൽ ഒരു കാറ് കിടപ്പുണ്ടായിരുന്നു. ഒരു പോസ്റ്റ് അതിന് തൊട്ട് താഴെ തന്നെ വീണു. ഒരു 5-8 പോസ്റ്റെങ്കിലും ഇവിടുന്ന് ഒടിഞ്ഞു വീണിട്ടുണ്ട്. ചെറിയൊരു സ്പാർക്കൊക്കെ ഉണ്ടായിട്ടുണ്ട്. ആ സമയത്ത് പെട്ടെന്ന് കറണ്ട് പോയതുകൊണ്ട് ഒരു ദുരന്തം ഒഴിവായെന്ന് വേണം പറയാൻ. ജില്ലയിൽ മലയോര മേഖലകളിലേക്ക് രാത്രിയാത്ര, വിനോദസഞ്ചാരം, ക്വാറികളുടെ പ്രവർത്തനം എന്നിവയ്ക്ക് 28-ാം തീയതി വരെ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ ഭീഷണികൾ നിലനിൽക്കുന്ന 60 പ്രശ്നബാധിത മേഖലകൾ ജില്ലയിൽ കണ്ടെത്തി. ഈ മേഖലകളിൽ നിന്നും അടിയന്തര സാഹചര്യങ്ങളിൽ ജനങ്ങളെ മാറ്റിപ്പാർപ്പിക്കുന്നതിന് ദുരിതാശ്വാസ ക്യാമ്പുകൾ സജ്ജമാണെന്ന് ജില്ലാ ഭരണകൂടം അറിയിച്ചു. 230 ദുരിതാശ്വാസ ക്യാമ്പുകളാണ് സജ്ജമാക്കിയിരിക്കുന്നത്. നദികളിലെ ജലനിരപ്പ് നിലവിൽ അപകട ഭീഷണി ഉയർത്തിയിട്ടില്ല.
ജനം പത്തനംതിട്ട. തിരുവനന്തപുരം വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതക കേസ് പ്രതി അഫാൻ ജയിലിൽ ആത്മഹത്യക്ക് ശ്രമിച്ചു. പൂജപ്പുര ജയിലിലെ ശുചിമുറിയിലാണ് ആത്മഹത്യക്ക് ശ്രമം നടന്നത്. അഫാനെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. വിവരങ്ങളുമായി ടിൻഡു ദാസ് ചേരുന്നു. ടിൻഡു, അഫാൻ ജയിലിനുള്ളിൽ ആത്മഹത്യാ ശ്രമം നടത്തിയിരിക്കുന്നു. ഇപ്പോൾ മെഡിക്കൽ കോളേജ് ചികിത്സയിലാണ്. കൂടുതൽ വിവരങ്ങൾ. എന്നുള്ള വാർത്തയാണ് പുറത്തു വരുന്നത്. അഫാന്റെ നില അതീവ ഗുരുതരമാണ്. അഫാനെ തീവ്രപരിചരണ വിഭാഗത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് ഇപ്പോൾ ചികിത്സയിൽ കഴിയുന്നത്. അഫാന്റെ തലച്ചോറിലേക്കുള്ള ഓക്സിജന്റെ പ്രവാഹം കുറഞ്ഞത് കാരണമാണ് ഇത്തരത്തിൽ തീവ്രപരിചരണ വിഭാഗത്തിലേക്ക് മാറ്റിയിട്ടുള്ളത് എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. ഈ ജയിൽ ഉദ്യോഗസ്ഥൻ, അതായത് അഫാൻ തീവ്രപരിചരണ വിഭാഗം അഫാനെ രാവിലെ ശുചിമുറിയിലേക്ക് കൊണ്ടുപോകുന്ന സമയത്താണ് ഇത്തരത്തിൽ ശുചിമുറിയിൽ വെച്ച് ഉടുത്തിരുന്ന ലുങ്കി മുണ്ട് ഉപയോഗിച്ചുകൊണ്ട് തൂങ്ങി മരിക്കാൻ അല്ലെങ്കിൽ ആത്മഹത്യ കഴുത്തിൽ കുരുക്കിട്ട് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത്. തുടർന്ന് ജയിൽ ഉദ്യോഗസ്ഥർ വന്നപ്പോൾ അതിഗുരുതരമായിട്ട് കഴുത്തിൽ ഈ ലുങ്കി കുരുങ്ങിയ നിലയിലാണ് കണ്ടെത്തിയത്. തുടർന്നാണ് അഫാനെ ഇത്തരത്തിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയത്. എന്തായാലും ഇപ്പോൾ അഫാന്റെ നില അതീവ ഗുരുതരമാണ്. അഫാനെ സംബന്ധിച്ചിടത്തോളം അതിതീവ്രമായിട്ടുള്ള ഒരു സുരക്ഷാ സംവിധാനം കൊടുത്തുകൊണ്ട്, അതായത് ഏതൊരു സമയത്തും ആത്മഹത്യാ പ്രവണത കാണിക്കാവുന്ന രീതിയിൽ തന്നെ അതിതീവ്ര സുരക്ഷാ സംവിധാനത്തോട് കൂടിയിട്ടാണ് ഒറ്റയ്ക്ക് ഒരു ജയിലിൽ പാർപ്പിച്ചിരുന്നത്. പക്ഷേ ജയിലിനകത്ത് വെച്ചല്ല, ഇത് ശുചിമുറിയിൽ കൊണ്ടുപോകുന്ന സമയത്താണ് ഇത്തരത്തിലുള്ളൊരു അത്യാഹിതം സംഭവിച്ചിട്ടുള്ളത്. അഫാൻ ആത്മഹത്യയ്ക്ക് പലവട്ടം ശ്രമിച്ചിരുന്നു. തെളിവെടുപ്പ് നടക്കുന്ന സമയത്തും പാലോട് സ്റ്റേഷനിൽ വെച്ച് അഫാൻ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു കാരണം ചൂണ്ടി തന്നെയാണ് അഫാനെ അതീവ സുരക്ഷാ സെല്ലിലേക്ക് മാറ്റാനുള്ള തീരുമാനമൊക്കെ ആയത്. അഫാന്റെ വിചാരണ ഉൾപ്പെടെയുള്ള നടപടികൾ ഇതുവരെ ആരംഭിച്ചിട്ടില്ല. കുറ്റപത്രം തയ്യാറാക്കിയിട്ടില്ല. 5 പേരെ, കുടുംബത്തിലുള്ള 5 പേരെ കൊലപ്പെടുത്തിയ കേസിലാണ് അഫാൻ ഇപ്പോൾ തിരുവനന്തപുരം പൂജപ്പുര സെൻട്രൽ ജയിലിൽ കഴിയുന്നത്. അവിടെ വെച്ചാണ് അഫാൻ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത്. വിനോദ്, അതെ, വ്യക്തമാണ്. വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതക കേസിലെ പ്രതി അഫാൻ ജയിലിൽ ആത്മഹത്യക്ക് ശ്രമിച്ചു. ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ അതിതീവ്ര പരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ്. വിവരങ്ങൾ നൽകുകയായിരുന്നു ടിൻഡു ദാസ്. പത്തനംതിട്ട നഗരത്തിൽ വെള്ളക്കെട്ട് തടയുന്നതിൽ നഗരസഭയ്ക്ക് ഗുരുതര വീഴ്ച. KSRTC ധർമ്മശാസ്ത്ര റോഡിൽ മലിനജലം ഒഴുക്കിക്കളയാൻ ഓടയില്ല. മലിനജലം കെട്ടിക്കിടുന്ന ദുർഗന്ധം വമിക്കുകയാണ് ഇവിടെ. ഇത്തരത്തിൽ ജലം കെട്ടിക്കിടക്കുന്നത് മൂലം പകർച്ചവ്യാധി ആശങ്കയിലാണ് സ്ഥലവാസികൾ. പത്തനംതിട്ട നഗരഹൃദയത്തിൽ ധർമ്മശാസ്ത്ര ക്ഷേത്രം KSRTC സ്റ്റാൻഡ് റോഡിൽ നിന്നുള്ള കാഴ്ചയാണിത്. ധർമ്മശാസ്ത്ര ക്ഷേത്രം, തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഡെപ്യൂട്ടി കമ്മീഷണർ ഓഫീസ്, അഭിഭാഷകരുടെ ഓഫീസുകൾ, KSRTC ബസ് സ്റ്റാൻഡ് തുടങ്ങി നിരവധി ഇടങ്ങളിലേക്കുള്ള സഞ്ചാരമാർഗം. മലിനജലം കെട്ടിക്കിടന്ന് ദുർഗന്ധം വമിക്കുന്ന ഇതുവഴി മൂക്കുപൊത്താതെ സഞ്ചാരം സാധ്യമല്ല. കാൽനടയാത്ര തീർത്തും ദുസ്സഹം. ഇതുവഴിയുള്ള സഞ്ചാരം ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന ആശങ്കയിലാണ് നാട്ടുകാർ. ബൈക്കിലാണെങ്കിൽ പോലും നമുക്ക് കാല് ഈ വെള്ളത്തിൽ തൊടാതെ പാസ് ചെയ്ത് പോകാൻ പറ്റില്ല. ബൈക്ക് കൂടെ വെച്ചിട്ട് ഇറക്കി എടുക്കുമ്പോഴത്തേനും കാല് തറയത്തൊട്ടേ പറ്റും. ഇൻഫെക്ഷനാണ്, ഉറപ്പാണ്. ഇതിനു മുമ്പ് എനിക്ക് പറ്റിയിട്ടുണ്ട്. കാല് ഭയങ്കര ചൊറിച്ച് കഴിഞ്ഞ് പിന്നെ സ്കിൻ ഡോക്ടറെ കണ്ട് ഓയിൻമെൻറ്റ് വാങ്ങിച്ചിട്ടില്ല. കാരണം ചിലർക്ക് പ്രശ്നം ഉണ്ടാക്കും. ഈ വെള്ളം ഭയങ്കര പ്രശ്നമാണത്. എല്ലായിടത്തും മഴവെള്ളമുണ്ട്, അതേപോലെ അല്ല ഇവിടെ. ഇത് ഭയങ്കര പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ചാറ്റൻ മഴ പെയ്താൽ പോലും വെള്ളക്കെട്ടുണ്ടാകുന്ന ഇവിടെ വെള്ളം ഒഴുക്കിക്കളയാൻ നഗരസഭ ഇതുവരെയും ഓട നിർമ്മിച്ചിട്ടില്ല. എന്തോ ജനങ്ങൾ വരുന്ന മനുഷ്യനൊന്ന് ഇറങ്ങിപ്പോകാൻ മതി. അവിടെ ആ പടി വരെ വെള്ളം കയറും, അറിയോ? ഈ ഇവർ പ്രധാനപ്പെട്ട ഇതിന് ഉത്തരവാദിത്തം ചെയ്യാത്ത എന്ത് ക്ഷേത്രമല്ലേ? എന്തും വേണ്ടി ജനങ്ങൾ രായും പാലും ഇവിടെ വരുന്നത്. വൈകിട്ടായാലും കാലത്തായാലും ഞങ്ങളെല്ലാം ഞായറാഴ്ച മുടങ്ങാതെ വരുന്നത്. ഇറങ്ങിപ്പോകാനൊക്കത്തില്ല. വണ്ടിയും കൊണ്ട് വന്നാൽ വണ്ടിയും കൊണ്ട് പോകാനൊക്കത്തില്ല. വണ്ടി ഇട്ടേച്ച് പോകുന്നവരുണ്ട്. എന്തെങ്കിലും തീരുമാനം ഉണ്ടാക്കിയേ പറ്റൂ. ഡെങ്കിപ്പനി അടക്കമുള്ള പകർച്ചവ്യാധികൾ ജില്ലയിൽ വ്യാപകമാകുന്ന സാഹചര്യത്തിൽ മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ നടന്നിട്ടില്ല എന്നതിന്റെ തെളിവായി മാറുകയാണ് ഈ ദുരിത കാഴ്ചകൾ.
പത്തനംതിട്ട. മഴക്കാലപൂർവ്വ ശുചീകരണം പാളിയതോടെ സംസ്ഥാനം കടുത്ത ആശങ്കയിൽ. കാലവർഷം നേരത്തെ എത്തിയതോടെ പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുമോ എന്ന ആശങ്കയിലാണ് ജനങ്ങൾ. കോളറയ്ക്ക് പുറമെ ഡെങ്കുവിനും എലിപ്പനിക്കുമെതിരെ ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശവുമായി ആരോഗ്യവകുപ്പ് രംഗത്തുണ്ട്. ഇത്തവണ കാലവർഷം നേരത്തെ എത്താൻ സാധ്യതയുണ്ടെന്ന മുന്നറിയിപ്പുണ്ടായിരുന്നിട്ടും മഴക്കാലപൂർവ്വ ശുചീകരണങ്ങൾ വൈകിയതാണ് കടുത്ത ആശങ്ക ഉണ്ടാകുന്നത്. മിക്കയിടങ്ങളിലും ഓടകളുടെ മണ്ണ് നീക്കലും നവീകരണവും പൂർത്തിയാക്കാൻ സാധിച്ചിട്ടില്ല. തുടർന്നുള്ള ദിവസങ്ങളിൽ മഴ കനക്കുന്നതോടെ നിർമ്മാണ പ്രവൃത്തികളും അവതാളത്തിലാകും. ഇത് ആരോഗ്യമേഖലയെ കാര്യമായി ബാധിക്കുകയും പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുവാൻ ഇടയാക്കുകയും ചെയ്യും. കോളറ, നിപ്പ ഭീതിയിലാണ് നിലവിൽ സംസ്ഥാനം. മഴ കൂടി ശക്തമാകുന്നതോടെ ഡെങ്കു, എലിപ്പനി തുടങ്ങിയ പകർച്ചവ്യാധികൾ കൂടി പടർന്നു പിടിക്കാൻ സാധ്യതയുണ്ട്. നിലവിൽ കടുത്ത പ്രതിസന്ധിയിലൂടെയാണ് ആരോഗ്യമേഖല കടന്നു പോകുന്നത്. മിക്ക പ്രാഥമിക കേന്ദ്രങ്ങളിലും ആവശ്യത്തിന് മരുന്നുകൾ പോലും ലഭിക്കുന്നില്ല എന്ന ആക്ഷേപവും നിലനിൽക്കുന്നു. ഈ സാഹചര്യത്തിൽ പകർച്ചവ്യാധികൾ കൂടി പടർന്നു പിടിച്ചാൽ അത് വലിയ തിരിച്ചടിയാകും. അതേസമയം കാലവർഷം ശക്തമായതോടെ പൊതുജനങ്ങൾക്കായി ആരോഗ്യവകുപ്പ് ജാഗ്രതാ നിർദ്ദേശവും പുറപ്പെടുവിച്ച് പൊതുജനങ്ങൾ കരുതിയിരിക്കണമെന്നാണ് നിർദ്ദേശം. കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലിറങ്ങുന്നവർ ഡോക്സിസൈക്ലിൻ ഗുളിക കഴിക്കണമെന്ന നിർദ്ദേശവും ആരോഗ്യവകുപ്പ് മുന്നോട്ട് വെച്ചു. ജനം, തിരുവനന്തപുരം. സംസ്ഥാനത്ത് മഴ ശക്തമാകുന്നു. 5 ജില്ലകൾക്ക് റെഡ് അലേർട്ട്. മലപ്പുറം മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകൾക്കാണ് റെഡ് അലേർട്ട്. മറ്റു ജില്ലകൾക്ക് ഓറഞ്ച് അലേർട്ടും പ്രഖ്യാപിച്ചു. നാളെ തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ഒഴികെയുള്ള ജില്ലകൾക്ക് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. വിവരങ്ങളുമായി ടിൻഡു ദാസ് ചേർന്നു. ടിൻഡു, ഓരോ മണിക്കൂറിലും കാലാവസ്ഥാ വകുപ്പിൻ്റെ അറിയിപ്പുകൾ മാറുകയാണ്. 14 ജില്ലകളിലും ഓറഞ്ച് അലേർട്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ പെട്ടെന്ന് മുന്നറിയിപ്പുകൾ മാറുന്നു. 5 ജില്ലകൾക്ക് റെഡ് അലേർട്ട് വരികയാണ്. മലപ്പുറം മുതൽ കാസർഗോഡ് വരെ. കൂടുതൽ വിവരങ്ങൾ ടിൻഡു ദാസ്. വിനോദ, ഇന്ന് 1 മണിക്ക് വന്ന അലേർട്ടിലാണ് ഇപ്പോൾ മാറ്റം വന്നിട്ടുള്ളത്. രാവിലെ മുതൽ 14 ജില്ലകൾക്കും ഓറഞ്ച് അലേർട്ടായിരുന്നു. ഇപ്പോൾ മലപ്പുറം മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകൾക്ക് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചുകൊണ്ടാണ് പുതിയ അലേർട്ടുകൾ വന്നിരിക്കുന്നത്. അതോടൊപ്പം തന്നെ നാളെ തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ഒഴികെയുള്ള മറ്റ് 11 ജില്ലകൾക്ക് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം മന്ത്രി ഉൾപ്പെടെ സൂചിപ്പിച്ച കാര്യമാണ്. കാരണം അടുത്ത 10 ദിവസം സംസ്ഥാനത്ത് അതിതീവ്ര മഴയാണ്, എന്തും പ്രതീക്ഷിക്കാവുന്ന ഒരു കാലാവസ്ഥയാണ് എന്ന് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, വേനൽ മഴ ഏറ്റവും കൂടുതൽ ലഭിച്ച വർഷമാണിത്. അതുകൊണ്ട് തന്നെ മണ്ണിന്റെ മോയ്സ്ചറിറ്റി, അതായത് മണ്ണിലെ ഈർപ്പം, മണ്ണിന് ശേഖരിക്കാവുന്നതിലധികം ഈർപ്പം ശേഖരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനി ലഭിക്കുന്ന മഴ എന്ന് പറയുന്നത് വലിയ രീതിയിലുള്ള അത്യാഹിതം സംഭവിക്കാൻ കാരണമാകുന്ന മഴയായിരിക്കും. ആ വെള്ളത്തിന് തങ്ങി നിൽക്കാനുള്ള സ്പേസ് ഇല്ല. അതുകൊണ്ട് തന്നെ ഇനി ഉണ്ടാകുന്ന മഴ അതീവ ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശങ്ങളായിരുന്നു കഴിഞ്ഞ ദിവസം IMDയിൽ നിന്നും അതോടൊപ്പം തന്നെ KSDMയിൽ നിന്നും ഒക്കെ വന്നിട്ടുണ്ട്. എന്തായാലും സംസ്ഥാനത്ത് അതിതീവ്ര മഴ തുടരുമെന്ന് തന്നെയാണ് മുന്നറിയിപ്പുകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മലപ്പുറം മുതൽ കോഴിക്കോട് വരെയുള്ള ജില്ലകൾക്ക് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. മലയോര തീരദേശ മേഖലകൾക്ക് അതീവ ജാഗ്രതാ നിർദ്ദേശങ്ങൾ പുലർത്തിയിട്ടുണ്ട്. കിഴക്കൻ മലയോര മേഖലകളെ സംബന്ധിച്ചിടത്തോളം വെള്ളപ്പൊക്കം, മണ്ണിടിച്ചിൽ തുടങ്ങിയ അത്യാഹിതങ്ങൾ സംഭവിക്കാൻ സാധ്യതയുള്ളതിനാൽ റവന്യൂ വകുപ്പും അതോടൊപ്പം തന്നെ ദുരന്ത നിവാരണ അതോറിറ്റി നൽകുന്ന മുന്നറിയിപ്പുകൾ പാലിക്കണമെന്നുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. തിരുവനന്തപുരം ജില്ലയിലെ 2 ക്യാമ്പുകളായിട്ട് 11 പേരെ മാറ്റി പാർപ്പിച്ചിട്ടുണ്ട്. എന്തായാലും വരും ദിവസങ്ങളിൽ മഴ ശക്തമാകുമെന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. വിനോദ്, കാലാവസ്ഥാ വകുപ്പിന്റെ ഏറ്റവും പുതിയ മുന്നറിയിപ്പാണ് ടിൻഡു പങ്കുവച്ചത്. 5 ജില്ലകൾക്ക്, വടക്കൻ കേരളത്തിൽ 5 ജില്ലകൾക്ക് റെഡ് അലേർട്ട്. മലപ്പുറം മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകൾക്കാണ് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. എല്ലാ ജില്ലകളിലും ശക്തമായ മഴ പെയ്യും എന്ന് തന്നെയാണ് മുന്നറിയിപ്പ്. വിവരങ്ങൾ നൽകുകയായിരുന്നു ടിൻഡു ദാസ്. മുനമ്പം സമരസമിതിയെ പരസ്യമായി വെല്ലുവിളിച്ച പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ പ്രസംഗം കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കുന്നു. പ്രസംഗത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി സമരസമിതി രംഗത്ത് എത്തിയതോടെ മറുപടി പറയാനാകാത്ത അവസ്ഥയിലാണ് പാർട്ടി നേതൃത്വം. ആപത്ത് ഘട്ടത്തിൽ സഹായിക്കാൻ BJP മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നും അതിന് VD സതീശൻ വിരളി പൂണ്ടിട്ട് കാര്യമില്ല എന്നുമാണ് സമരസമിതി നേതാക്കളുടെ മറുപടി. പിന്നെ ചില ആളുകളുണ്ട്, ഇവരെല്ലാം അവിടെ കൊണ്ടുവന്ന് രാഷ്ട്രീയം കളിച്ച് കുഴപ്പമുണ്ടാക്കിയ ആള്. അത് കുഴപ്പമില്ല, അവിടെ നിന്നോട്ടെ. ചെവിയിലൊന്നും മുള്ളിയേക്ക്, അത്രയുള്ളൂ. ആ ചെയ്യുന്നവർ ചെവിയില് കാര്യം മനസ്സിലല്ല, ചെവിയിലൊന്നും മുള്ളിയേക്ക്, അത്രയുള്ളൂ. അത് അവരുടെ കാര്യമൊക്കെ ഞങ്ങൾക്ക് അറിയാം, അവരുടെ കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് അറിയാം. എറണാകുളം ചെറായിയിൽ വെച്ച് പ്രതിപക്ഷ നേതാവ് VD സതീശൻ മുനമ്പം സമരസമിതിയെ വെല്ലുവിളിച്ച് നടത്തിയ ഈ പ്രസംഗം കോൺഗ്രസ് നേതൃത്വത്തിന് വലിയ തിരിച്ചടിയാണ് ഉണ്ടാക്കുന്നത്. രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുള്ള സതീശന്റെ നിലപാടിനെതിരെ ഇന്നലെ തന്നെ സമരസമിതി രംഗത്തെത്തിയിരുന്നു. കോൺഗ്രസ് പ്രവർത്തകരായ തങ്ങൾ പാർട്ടി മാറാൻ കാരണം ഇതുപോലുള്ള നേതാക്കളുടെ സമീപനമാണെന്ന് സമരസമിതി നേതാക്കൾ പറയുന്നു. ആപത്ത് ഘട്ടത്തിൽ സഹായിക്കാൻ BJP മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങൾക്ക് ഇപ്പോൾ ഉള്ള പ്രതീക്ഷ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേന്ദ്ര ഗവൺമെന്റ് കൊണ്ടുവന്നിരിക്കുന്ന ഈ വഖഫ് ഭേദഗതി നിയമം മൂലം ഞങ്ങൾ രക്ഷപ്പെടുമെന്നുള്ള
ഉറച്ച പ്രതീക്ഷയാണ്. അതിന് കാരണം അതിൻ്റെ അകത്ത് 2A എന്നുള്ളൊരു വകുപ്പ് ഞങ്ങൾക്ക് രക്ഷയുള്ള ഒരു വകുപ്പാണെന്നുള്ളത് ഞങ്ങൾക്ക് പൂർണ്ണമായിട്ടുള്ള ബോധ്യമുണ്ട്. ഞങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ജോഷി മയാറ്റിൽ അച്ഛനും ഷാൻലി ദേവൻ സാറ്, അതുപോലെ തന്നെ കേന്ദ്രമന്ത്രി കിരൺ റിജിജു സാറ് ഇവിടെ വന്നപ്പോൾ ഞങ്ങളോട് വ്യക്തമായിട്ട് ആ കാര്യങ്ങൾ ഇവിടെയുള്ള ജനങ്ങളെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. ഞങ്ങളെല്ലാവരും പൂർണ്ണമായിട്ടും അതിൽ വിശ്വസിച്ചുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അതിനാൽ അവർക്ക് പൂർണ്ണ പിന്തുണ നൽകുന്നു. അവരുടെ വാക്കുകൾ വിശ്വസിക്കുന്നു. സംസ്ഥാന പ്രസിഡന്റ് ഈ സമരപന്തലിൽ വന്നപ്പോൾ കുറേ നമ്മുടെ മക്കളായാലും ഞാനായാലും ഞങ്ങൾ സഹോദരങ്ങളെല്ലാം അതിൽ അംഗത്വം സ്വീകരിച്ച്. അതിൻ്റെ കാരണക്കാർ ഈ സതീശനും അല്ലെങ്കിൽ പിണറായി വിജയനൊക്കെ അല്ലേ. ഇവരെന്തുകൊണ്ട് ഇവർ ചെയ്തത് അവർ ചെയ്തില്ല? പിന്നെ ഈ സതീശൻ ഈ ചെയ്യുമുള്ളിക്ക് വന്ന് പറയേണ്ട അയാൾ മുഖ്യമന്ത്രി ആയെങ്കിലല്ലേ എവിടെ കിടക്കണ കാര്യമാണത്. അവർ ഇലക്ഷൻ വരുമ്പോഴേക്കും തല്ലുടങ്ങും അവർ. അപ്പോൾ ജനങ്ങൾ നേരെ മറിച്ചും കുത്തും. എത്ര തന്നെ ഭീഷണിപ്പെടുത്തിയാലും എടുത്ത തീരുമാനത്തിൽ നിന്നും ഒരു കാരണവശാലും പിന്നോട്ട് പോകില്ല എന്നും സമരസമിതി നേതാക്കൾ വ്യക്തമാക്കി. ജനം, കൊച്ചി. മലപ്പുറം കൂരിയാട് ദേശീയപാതയുടെ സർവീസ് റോഡ് ഇടിഞ്ഞു താഴ്ന്ന ഭാഗത്ത് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ സന്ദർശിക്കുന്നു. തത്സമയ ദൃശ്യങ്ങളിലേക്ക്. मैं पूछ ये रहा हूँ कि सॉइल टेस्टिंग वगैरह करते हो? हर जगह पे सॉइल इज नॉट द सेम. हाँ सर उसमें जैसे ये हमारा सर ये वाला जो स्ट्रेच है सर, दिस इज अराउंड 45 किलोमीटर सर. दिस होल स्ट्रेच? ये सर जैसे मतलब इन मालापुरम अराउंड 80 किलोमीटर इज देयर सर. इट हैज बीन डिवाइडेड इन 2 स्ट्रेचेस फ्रॉम रामनाथपुरम टू वालंचरी एंड वालंचरी टू कापड़ीपाड़. So what they do is this is a linear project. इसको हर जगह पे नहीं कर सकते. तो इन्होंने जो जहाँ पे जो बोर लोग हर एवरी किलोमीटर और 2 किलोमीटर दे आर डूइंग, बट जो यहाँ पे सर लोकलाइज है जो सॉइल है वहाँ पे लोकलाइज वो है मतलब अच्छा नहीं है. ये जो इसका स्लोप है ये अभी सिंकिंग पहले स्ट्रेट तक है. हाँ सर ये सर्विस रोड लेवल था सर. यहाँ पे ट्रैफिक भी मूव होता है. ये जो हमारा जो इसने व्हाट इज डजन इज इट हैज मूव द सर्विस रोड एंड आपको ये देखोगे सर वेरी फील्ड में वो हीविंग हो गया और ये ऐसे कर्व देखो ये सर लिटिल बिट कर्व है. ये इधर इतना कर्व नहीं है. ये नीचे आ गया मतलब कर्व लग रहा है. लिटिल बिट कर्व है बट नॉट इतना दिख रहा है. वो इंक्वायरी कमेटी हैज स्टार्टेड. हां सर उधर एनएचआई हेडक्वार्टर हैज अपॉइंटेड वन एक्सपर्ट कमेटी विद മലപ്പുറം കൂരിയാട് ദേശീയപാതയുടെ സർവീസ് റോഡ് ഇടിഞ്ഞു താഴ്ന്ന ഭാഗത്താണ് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ നേരിട്ട് സന്ദർശിക്കുന്നത്. അതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്. കേരള ക്ഷേത്ര സംരക്ഷണ സമിതി 59ാമത് സംസ്ഥാന സമ്മേളനത്തിന് സമാപനത്തോടനുബന്ധിച്ച് തിരുവനന്തപുരത്ത് മഹാശോഭയാത്ര നടക്കും. RSSന്റെ മുതിർന്ന പ്രചാരകൻ S. സേതുമാധവൻ ഇത് ഉദ്ഘാടനം ചെയ്യും. സമാപന സമ്മേളനത്തിൽ സ്വർഗീയ P. മാധവജി പുരസ്കാരം ജനം TV MD ചെങ്കൽ രാജശേഖരൻ നായർക്ക് സമർപ്പിക്കും. 3 ദിവസം നീണ്ടുനിന്ന ക്ഷേത്ര സംരക്ഷണ സമിതി 59ാമത് സംസ്ഥാന സമ്മേളനത്തിന് ഇന്ന് കൊടിയിറങ്ങും. വൈകുന്നേരം നടക്കുന്ന മഹാശോഭയാത്രയോടുകൂടിയാണ് സമ്മേളനം പര്യവസാനിക്കുന്നത്. മഹാശോഭയാത്ര മുതിർന്ന സംഘപ്രചാരകൻ S. സേതുമാധവൻ പതാക കൈമാറും. തുടർന്ന് നടക്കുന്ന സമാപന സമ്മേളനത്തിൽ പൂജനീയ മഹാമണ്ഡലേശ്വർ ആനന്ദവനം ഭാരതി സ്വാമികളും പ്രജ്ഞാപ്രവാക് ദേശീയ സംയോജക് J. നന്ദകുമാറും പങ്കെടുക്കും. ഹൈന്ദവ മേഖലയിലെ സംഭാവനകൾ മുൻനിർത്തി സ്വർഗീയ P. പരമേശ്വർജി പുരസ്കാരം ജനം TV MDയും ഉദയസമുദ്ര കമ്പനി ചെയർമാനുമായ ചെങ്കൽ രാജശേഖരൻ നായർക്ക് നൽകി ആദരിക്കും. സ്വാഗത സംഘം ചെയർമാൻ ഡോക്ടർ TP സെൻകുമാർ, സ്വാഗത സംഘം ജനറൽ കൺവീനർ GK സുരേഷ് ബാബു തുടങ്ങിയവർ സമ്മേളനത്തിൽ പങ്കെടുക്കും. ജനം, തിരുവനന്തപുരം. വാർത്ത സമാപിക്കുന്നു. നമസ്തേ.